സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മഹനീയമായ വേളയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും മംഗളാശംസകൾ എല്ലാവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹീതമായ ഈ നിമിഷങ്ങളിൽ യേശുവിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ ഒരുമിച്ച് കൂടി പുൽക്കൂട്ടിലെ വിസ്മയങ്ങൾ കാണാനും കേൾക്കാനും ആസ്വദിക്കുവാനുമായി പോവുകയാണ്. പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മാജിക് ഇഷ്ടമാണോ? അങ്കിള് രണ്ടു മൂന്ന് മാജിക് കാണിക്കാം. അപ്പോൾ ഇവിടെ നോക്കി നിൽക്കുക. വിസ്മയ കലയായ മാജിക് ദൈവവചന പ്രഘോഷണത്തിന് മാധ്യമമായി നമ്മൾ ഉപയോഗിക്കുകയാണ്. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. മാജിക് എന്ന് പറയുന്നത് ഒരു വിസ്മയ കലയാണ്. പുൽക്കൂട്ടിൽ വിസ്മയ കാഴ്ചയുമായതാ ഉണ്ണിയോടു ചേർന്ന് ഉണ്ണിക്കുരുന്നുകൾ. പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീശോയുടെ കുഞ്ഞുങ്ങളായി വളർന്നിടുവാൻ ക്രിസ്മസിൻ സന്തോഷം രക്ഷാകരമാക്കാൻ ഞങ്ങളെല്ലാവരും ഒത്തുചേർന്നു. അല്ലേ? ക്രിസ്മസിൻ്റെ സന്തോഷം വരികയല്ലേ? കരോള് വരാൻ പോകുന്നു, കേക്ക് മുറിക്കല്, നക്ഷത്ര വിളക്കുകള്, പുൽക്കൂട്. എന്തൊരാഘോഷം വരാൻ പോണേ. ശരിയാണോ? അപ്പം പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീശോ എൻ്റെ ഹൃദയത്തിൽ വന്നതിൻ്റെ ആ സന്തോഷം കൊണ്ട് അടുത്തിരിക്കുന്നവരോടൊന്ന് പറഞ്ഞ് ക്രിസ്മസ് ആശംസകൾ. ചിരിച്ചുകൊണ്ട് പറഞ്ഞ് സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് അല്ലേ? ക്രിസ്മസിന് എന്ന് പറഞ്ഞ് കരയാനുള്ളതാണോ? അല്ല, ചിരിക്കാനുള്ള. ഒന്ന് ചിരിച്ച്, കുലുക്കി ചിരിച്ച്. ക്രിസ്മസ് സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് അല്ലേ? പ്രിയപ്പെട്ട മക്കളെ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, ആ വചനം മാംസം ധരിച്ചതാണ്. ആരാണ്? ക്രിസ്തു. നിങ്ങളുടെ കയ്യിൽ ഒരു ചീട്ടുണ്ട്. ചീട്ട് കാണിച്ചു തരാം. ഉണ്ടോ ചീട്ട്? ഈ മറുവശം നോക്കുക. അപ്പോൾ ആദിയിലുണ്ടായിരുന്ന ആ വചനമാണ് പുൽത്തൊഴുത്തിൽ ക്രിസ്തുവായി വന്ന് ജനിക്കുന്നു. നോക്കിയിരിക്കണം കേട്ടോ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അല്ലേ? വചനം മാംസമായി എന്ത് സംഭവിച്ചു? നമ്മുടെ ഇടയിൽ വസിച്ചു. ദേ നോക്കുക, ആദിയിലുണ്ടായിരുന്ന വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞേ. മറുവശം ചീട്ട് നോക്കിയേ. കണ്ടോ? ചീട്ട് കണ്ടോ? അപ്പൊ ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം മാംസം ധരിച്ചതാണ് ഈശോ മിശിഹ. അപ്പോൾ ഈശോ മിശിഹായെ ഹൃദയത്തിൽ ഉദരത്തിലൊക്കെ വഹിച്ച ഒരു വ്യക്തിയുണ്ട്. അതാരായിരിക്കും? പരിശുദ്ധ അമ്മയാണ്. നോക്കേ, പരിശുദ്ധ അമ്മ. ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണിയെ ഉദരത്തിൽ വഹിച്ച പരിശുദ്ധ ദൈവമാതാവേ, ഗുഡ്നസ് ടെലിവിഷൻ ഒരുക്കുന്ന ക്രിസ്മസ് പ്രോഗ്രാമിൻ്റെ അനുഗ്രഹ പൂർണ്ണതയ്ക്കായും ലോകമെമ്പാടുമുള്ള മക്കളുടെ നവീകരണത്തിനായും
ആ മക്കളുടെ സന്തോഷത്തിനായും അമ്മ പ്രാർത്ഥിക്കണമേ. നോക്കണം, പരിശുദ്ധ അമ്മയോട് നമ്മൾ മാധ്യസ്ഥ അപേക്ഷിക്കുകയാണ്. കാരണം പരിശുദ്ധ അമ്മയുടെ മനസ്സിൽ ഉണ്ണി ആദ്യം ജനിച്ചിരുന്നു, പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ഉണ്ണി ജനിച്ചിരുന്നു, അല്ലേ? പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച് അമ്മയുടെ ഉദരത്തിൽ വഹിച്ച ആ ഉദരം വിശുദ്ധമായ ഒരു ഗർഭപാത്രം. നോക്ക്, അമ്മേ മാതാവേ, അമ്മേ മാതാവേ, ജപമാലറാണിയ വാഴും മോളെ, നിന്നാമം മഹത്വമാകേണം, നിന്നാമം മഹത്വമാകേണം. പരിശുദ്ധ അമ്മേ മാതാവേ, ആ തിരുക്കുമാരൻ്റെ ആ തിരുപ്പിറവിയുടെ സന്തോഷം അനുഭവിക്കുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഇടയാകട്ടെ. ഒന്ന് കൈകളടിച്ച് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറ. കണ്ടല്ലോ, നമ്മുടെ പിതാവായ ദൈവം, നമ്മളെ സ്നേഹിക്കുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്നറിയാമോ? എന്താ? സ്നേഹം. അറിയാമല്ലോ നിങ്ങൾക്ക്. സ്നേഹം എല്ലാവർക്കും ഇഷ്ടമല്ലേ? സ്നേഹം എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മൾ പപ്പയും മമ്മിയെ സ്നേഹിക്കും, സ്കൂളിൽ ചെന്നാൽ അധ്യാപകരെ സ്നേഹിക്കും, വീട്ടിലുള്ള ചേട്ടൻ ചേച്ചി അനുജൻ അനുജത്തി അങ്ങനെ എല്ലാവരെയും സ്നേഹിക്കും, ഇല്ലേ? ശരിയല്ലേ? പള്ളിയിലെ അച്ഛനെ സ്നേഹിക്കും, വികാരച്ഛനെ സ്നേഹിക്കും, സൺഡേ സ്കൂൾ അധ്യാപകരെ സ്നേഹിക്കും, കുഞ്ഞുമക്കളെ സ്നേഹിക്കും, അങ്ങനെ എല്ലാവരെയും സ്നേഹിക്കും. സ്നേഹം എത്ര സുന്ദരമാണെന്നറിയാമോ? അല്ലേ? സ്നേഹം സുന്ദരമാണ്. അപ്പോൾ പിതാവായ ദൈവം നമ്മളെ സൃഷ്ടിച്ച്, ലോകം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? തന്നിൽ വിശ്വസിക്കുന്ന ഓരോവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ദൈവം തിരുമനസ്സായി. തൻ്റെ ഏകജാതനെ നൽകിക്കൊണ്ട് ദൈവം എന്ത് ചെയ്തു? ആ സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. ഏകജാതനെ, തൻ്റെ ഏകജാതനെ, ഏകജാതനെ, തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിച്ചു, ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പം ഈ മാജിക്കിനെ സഹായിക്കാൻ മോനെ ഒന്ന് വരുമോ? മോള് ഒന്ന് വന്നേ. അവിടെ നിൽക്കുക. അങ്ങനെ അവിടെ നിൽക്കുന്നു, അല്ലേ? ഇനി അങ്ങളുടെ കയ്യിൽ ഒരു ബാഗുണ്ട്. എന്തുണ്ട്? ബാഗ്. ബാഗിൽ കൈയിട്ട് പരിശോധിച്ച് നോക്കി എന്തെങ്കിലും ഉണ്ടോ നോക്ക്. ഉണ്ടെങ്കിൽ എടുത്തോ. എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. യെസ്, മോൾ നോക്കിയേ. എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നോക്കിയേ. ഇത് സ്നേഹമാണെന്ന് പറഞ്ഞു. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ഈശോ മിശിഹായുടെ തിരുപ്പിറവി എന്ന് പറയുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമാണ് പുത്രനായ മിശിഹ. മനസ്സിലായോ? ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല. ഈ ചെറിയവരിൽ ഒരുവൾ പോലും നശിച്ചു പോകുവാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല. മോനെ ഇത് പിടിച്ചു, ഇതിലേക്ക് ഇട്ടു. ഓക്കെ, എന്തായിട്ടേക്കണേ? സ്നേഹം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം. അപ്പോൾ സ്വർഗത്തിലെ ദൈവം നോക്ക്, ഭൂമിയിലുള്ള ഏത് ജാതി മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നാലും, ആണായാലും പെണ്ണായാലും കുഞ്ഞായാലും വലുതായാലും നശിച്ചു പോകരുത്, അല്ലേ? ശരിയല്ലേ? അവരൊക്കെ സ്വർഗത്തിലെത്തണം എന്നതിൻ്റെ അർത്ഥം, അല്ലേ? സ്വർഗത്തിലെത്തണം. അപ്പോൾ അതേ ഇതിൽ കർച്ചിഫുണ്ടല്ലോ. ഉണ്ട്. ഞാൻ ഇത് കൈ വിടർത്തി പിടിച്ചേ. രണ്ട് കൈയും പിടിച്ചേ. അങ്ങനെ പിടിക്കുക. ഓക്കെ, മോൾ ഇതിൻ്റെ മുകളിൽ കൈവച്ചേ. ഇങ്ങനെ പതുക്കെ അങ്ങനെ പിടിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇനി നമ്മളിവിടെ കാണുക. നോക്കിയേ, ഇതാ പിതാവാണ്, ഇത് ലോകത്തിലെ മനുഷ്യരാണ്. അപ്പോൾ എന്തു ചെയ്തു? ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി തൻ്റെ ഏകജാതന, നിത്യജീവൻ എന്ന് പറയുമ്പോൾ ഓർക്കണം, മരിച്ചു കഴിയുമ്പോൾ നിത്യജീവനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന നിത്യതയിലേക്കുള്ള യാത്രയാണ്, അല്ലേ? മാമോദീസായിലൂടെ നമ്മൾ നിത്യതയിലേക്കുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം നമ്മൾ നിത്യത ലക്ഷ്യമാക്കി, സ്വർഗം ലക്ഷ്യമാക്കിയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോക്കണം, ശ്രദ്ധിച്ചു കൊള്ളുക. പിതാവായ ദൈവം ഈ ലോകത്തിലെ മനുഷ്യരാരും നശിച്ചു പോകരുതെന്ന് കണ്ടുകൊണ്ട് ദൈവം രക്ഷകനെ അയക്കുകയാണ്. അപ്പോൾ നോക്ക്, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണത നമ്മൾ കാണാൻ പോവുകയാണ്. നോക്കിക്കേ, രണ്ട് കർച്ചീഫുകൾ തമ്മിൽ കൂട്ടിക്കെട്ടാൻ പോവുക കേട്ടോ. നോക്ക്, രണ്ട് കർച്ചീഫുകൾ തമ്മിൽ കൂട്ടിക്കെട്ടിയിരിക്കുന്നു.
ഒന്നുകൂടി മനസ്സിലാക്കണം, എന്ത്? പിതാവായ ദൈവവും ഈ ലോകത്തിലെ മനുഷ്യരും, ഇല്ലേ? അപ്പോൾ ഇവിടെ സ്നേഹമാണ്, ആ സ്നേഹം പുത്രനായിട്ട് അവതരിക്കണം. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇട്ടതിന് ശേഷം എന്താ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോ. ഇത് നോക്കുക. പിതാവായ ദൈവമേ പുത്രനായ ക്രിസ്തുവിനെ ഞങ്ങൾക്ക് നൽകിയതിന് കോടാനുകോടി നന്ദി ഞങ്ങൾ പറയുന്നു. പുൽക്കൂട്ടിൽ പിറന്ന ദിവ്യ ഉണ്ണിയെ അങ്ങയെ ഞങ്ങൾ ചുംബിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ ആരാധന അർപ്പിക്കുന്നു, കാഴ്ചകൾ അർപ്പിക്കുന്നു. നോക്കണം കേട്ടോ, ശ്രദ്ധിച്ചോളാം. നമ്മളവിടെ ഒരു ബാഗിൽ ഒരു സ്നേഹം ഇട്ടിട്ടുണ്ട്. ആ സ്നേഹം ഈശോ മിശിഹ ലോകത്തിലേക്ക് വരാൻ പോവുകയാണ്. കാരണം നമ്മിൽ ആരും നശിച്ചു പോകാൻ പാടില്ല. ഓക്കെ, അവിടെ സ്നേഹം എന്ന് പറഞ്ഞ കർച്ചീഫ് നമ്മൾ ഇട്ടു, ഇല്ലേ? ശരിയല്ലേ? ഇവിടെ 2 ചുമന്ന കർച്ചീഫുകൾ നമ്മൾ കൂട്ടിക്കെട്ടി. പക്ഷെ ആ സ്നേഹത്തിൻ്റെ മാസ്മര ശക്തി, ഈശോ മിശിഹായുടെ ആ മാസ്മര ശക്തി, പിതാവായ ദൈവത്തിൻ്റെ കാരുണ്യം, ആ കർച്ചീഫ് എടുത്തോളൂ. ഉണ്ടോ? ഇല്ല. നമ്മളുണ്ടോ? ഉണ്ടോ? ഇല്ല. ആ സ്നേഹം കാണാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ സ്നേഹമായിട്ട് അവതരിച്ച ഉണ്ണിയെ പുൽക്കൂട്ടിൽ പോയി കണ്ട് ഉമ്മ കൊടുക്കണം കേട്ടോ. ഓക്കെ, എന്നാൽ പുൽക്കൂട്ടിലേക്ക് പൊക്കോ. ഓക്കെ, പുൽക്കൂട്ടിലേക്ക് പൊക്കോ. അപ്പം ഞാൻ ഒരു കുഞ്ഞു സമ്മാനം തരാം. ഓക്കെ അല്ലേ? നോക്ക്, ഒരു കൊച്ചു സമ്മാനം പിടിച്ചോളൂ, ഒരു കുഞ്ഞു സമ്മാനം പിടിച്ചോളൂ. ഓക്കെ, സന്തോഷം അല്ലേ? അപ്പോൾ ഓർക്കൂ, പുൽക്കൂട്ടിൽ പിറന്ന ദിവ്യ ഉണ്ണിയുടെ ആ സമാധാനം, സ്നേഹം എല്ലാ മനുഷ്യരിലും കർത്താവ് ക്രിസ്തുവിലൂടെ, ഈശോ മിശിഹായിലൂടെ നിറയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. അർത്ഥം ദൈവം നമ്മോട് കൂടെ എന്നാണ്, അല്ലേ? അപ്പോൾ നോക്കിയേ, പുൽക്കൂട്ടിൽ പിറന്ന ദിവ്യ ഉണ്ണി നമ്മളോട് കൂടെ എന്നും ആയിരിക്കാൻ വേണ്ടിയിട്ട് ദിവ്യ ഉണ്ണി എന്താ ചെയ്തത്? തൻ്റെ ശരീരം, അല്ലേ? ശരിയാണോ? ആ ശരീരം നോക്ക്, വിശുദ്ധ കുർബാനയായി നമുക്ക് നൽകി. എന്തിനു വേണ്ടി? എപ്പോഴും നമ്മളോട് കൂടെ ആയിരിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു. ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഇന്ന് പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീശോ ദിവ്യകാരുണ്യത്തിലൂടെ നമ്മുടെ കൂടെ ആയിരിക്കുന്നു. നമ്മോടൊപ്പമാകാൻ അപ്പമായ ഈശോയെയാണ് പുൽക്കൂട്ടിൽ കാണുന്നത്, അല്ലേ? അപ്പോൾ ആ ഈശോയെ നമ്മൾ അനുഭവിക്കണം, ആ ഈശോയെ നമ്മൾ ആരാധിക്കണം, ഈശോയെ നമ്മൾ സ്തുതിക്കണം. പരിശുദ്ധ കുർബാന ദിവ്യകാരുണ്യം കാണുമ്പോൾ നമ്മൾ ഓർക്കണം, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമാണെന്ന് ഓർത്ത് വിശ്വാസത്തിൽ ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളായിട്ട് വളർന്നു വരുവാൻ ഇടവരട്ടെ. ബെത്ലഹേമിൻ പുൽത്തൊഴുത്തിൽ ഉണ്ണി യേശു പിറന്നു, ലോകത്തിൻ്റെ രക്ഷകനായി മണ്ണിൽ പിറന്നു. ക്രിസ്മസ് ആരുടെ പിറവിയുടെ ഓർമ്മയാണ്? ഈശോയുടെ പിറവിയുടെ, തിരുപ്പിറവിയുടെ ഓർമ്മയാണ്, അല്ലേ? ശരിയല്ലേ? അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ക്രിസ്മസ് വരുമ്പോൾ ആഘോഷമാണ്, സന്തോഷമാണ്, പുൽക്കൂടുകളൊക്കെ ഉണ്ടാക്കും, അല്ലേ? ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഒരു പുൽക്കൂട് ഉണ്ടാക്കാൻ പോവുകയാണ്. ഒരു പുൽക്കൂട് നമ്മുടെ ഹൃദയത്തിൽ പലപ്പോഴും നമ്മൾ ആഘോഷങ്ങളൊക്കെ ഉണ്ട്, ചിലപ്പോഴെങ്കിലും ആഘോഷങ്ങൾക്ക് അടിമയായി പോവും. കേക്ക് മുറിക്കും, കരോള് നടത്തും, അല്ലേ? ക്രിസ്മസ് പാപ്പ വേഷമൊക്കെ ധരിക്കും, ഒക്കെ ചെയ്യും. പക്ഷേ നോക്കിയേ, ക്രിസ്തു ഇല്ല. നമ്മുടെ ജീവിതത്തിൽ ആരില്ല? ഉണ്ണിയില്ല. കണ്ടോ? ഉണ്ണിയില്ല. അപ്പോൾ ഈശോ ആഗ്രഹിക്കുന്നത് എന്താ? നിങ്ങൾ എന്തൊക്കെ ആഘോഷം നടത്തിയാലും ബേത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ പിറന്ന ദിവ്യ ഉണ്ണിയായ എൻ്റെ തിരുപ്പിറവി നിങ്ങൾ ആഘോഷിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ ഹൃദയത്തിൽ ഈശോ വന്ന് ജനിക്കണം. വേണ്ടേ? ഹൃദയത്തിൽ ഈശോ വന്ന് ജനിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പുൽക്കൂടുകളൊക്കെ ഉണ്ടാക്കുന്നത് എന്ന് ഓർത്ത് നോക്കുക. ഈശോയുടെ ജനനം എന്ന് പറയുമ്പോൾ അത് പ്രവചനങ്ങളുടെ ഒരു പൂർത്തീകരണമായിരുന്നു. ഈശോയുടെ ജനനത്തിന് 700 വർഷങ്ങൾക്ക് മുമ്പ് യേശയ്യാ പ്രവാചകൻ പ്രവചിച്ചിരുന്നു. ഉണ്ടോ? കാലിത്തൊഴുത്തിൽ പിറക്കുമെന്ന്, ശിശുക്കൾ വധിക്കപ്പെടുമെന്ന്, അതുപോലെ ഒരാൾ വഴിയൊരുക്കുമെന്ന്, കഷ്ടത സഹിക്കുമെന്ന്, ചെകിട്ടത്തടിക്കപ്പെടും. അങ്ങനെ ഉണ്ണീശോ വളർന്നു വരുമ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടാകുമെന്ന് പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു. മനസ്സിലായി? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ജീവനുള്ള പുൽക്കൂടുകളാണ് നമുക്ക് ആവശ്യം. ഇതേ നോക്ക്, നമ്മൾ പുൽക്കൂടൊക്കെ ഉണ്ടാക്കാൻ പോവുകയല്ലേ? ഞാൻ ആദ്യം കാണിച്ചതിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ നമ്മൾ നോക്കിയേ, എൻ്റെ ഈശോയെ എൻ്റെ ഹൃദയത്തിൽ പുൽക്കൂട്ടിൽ പിറന്ന ദിവ്യ ഉണ്ണി വന്ന് പിറക്കണമേ എന്ന് നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുക. ആഗ്രഹമുള്ള മനസ്സിൽ ആര് വന്ന് പിറക്കും?
ദൈവം. ഈശോ വന്ന് പിറക്കും അല്ലേ? ദേ നോക്കിയേ, നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കൈവച്ചിട്ട് പറഞ്ഞ് എൻ്റെ ഉള്ളിൽ ഈശോ വന്ന് പിറക്കണമേ എന്ന് പറഞ്ഞ്, എൻ്റെ ഉള്ളിൽ വന്ന് പിറക്കണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ദേ നോക്കണം, ശ്രദ്ധിച്ചു നോക്കിക്കൊള്ളാം. ദേ നോക്ക്, ആ ഉണ്ണി ഈശോ പിള്ളക്കച്ചകളിൽ പൊതിഞ്ഞ് എൻ്റെ ഹൃദയത്തിലേക്ക് പിറക്കാനായിട്ട് വന്നു. കാണിച്ചു തരാം. ഉണ്ണീശോ ഇതാ ഒരു പിള്ളക്കച്ചകളിൽ പൊതിഞ്ഞ്, കണ്ടോ? ആ പുൽത്തൊഴുത്തിൽ വന്ന് പിറന്ന്, കണ്ടോ പിള്ളക്കച്ചയാണ് കിട്ടിയത്. വലിയ കമ്പിളിപ്പൊന്നും കിട്ടിയില്ല. തണുത്തു വിറയ്ക്കുന്ന രാത്രി, പശുവിൻ്റെയും ചാണകത്തിൻ്റെയും മൂത്രത്തിൻ്റെയും മണം. പശു അല്ലേ? കാലിത്തൊഴുത്ത് വലിയ പാറയുടെ ഒരു മലഞ്ചെരുവിൽ പശുവിനെ പാർപ്പിച്ചിരുന്ന ഒരു കൽഗുഹയുണ്ടായിരുന്നു. കണ്ടില്ലേ കൽഗുഹ? ആ ഗുഹയിലാണ് ആര് വന്ന് പിറക്കുന്നത്? ദിവ്യ ഉണ്ണി വന്ന് പിറക്കുന്നത്. നോക്കിയേ, പിള്ളക്കച്ചകൾ കണ്ടോ? കീറത്തുണിയാണ് കിട്ടിയത്. സൃഷ്ടാവായ ദൈവത്തിന് കിട്ടിയത് എന്താ? കീറത്തുണി. അപ്പം നമ്മൾ ഈശോയ്ക്ക് എന്നാ കൊടുക്കണ്ടേ? നമ്മുടെ പുണ്യപ്രവൃത്തികളൊക്കെ കൊടുത്ത് വിശുദ്ധ വസ്ത്രമാക്കി അതിനെ മാറ്റണം, വേണ്ടേ? അപ്പോൾ നോക്ക്, പുൽത്തൊഴുത്തിൽ ഉണ്ണി യേശു വന്ന് നോക്കിയോ, ആ ഉണ്ണി യേശുവിനെ പുൽത്തൊഴുത്തിൽ നമ്മൾ ഉണ്ണി യേശുവിനെ കിടത്തിയിരിക്കുന്നു. ബേത്ലഹേമിൽ 1000 ക്രിസ്തു പിറന്നാലും എൻ്റെ ഹൃദയത്തിൽ ആര് പിറക്കണം? ഉണ്ണി പിറക്കണം അല്ലേ? ആ ഉണ്ണി പിറന്നപ്പോൾ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? നോക്ക്, ഉണ്ണി പിറന്നപ്പോൾ എൻ്റെ കയ്യിരിക്കുന്ന ടിന്നൊക്കെ നോക്കി, കണ്ടോ? യേസ്, ഉണ്ണി പിറന്നപ്പോൾ നോക്കണം, ശ്രദ്ധിച്ചു കൊള്ളണം. അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമ്മളൊന്ന് കാണാനായിട്ട് പോവുകയാണ്. ശ്രദ്ധിക്കുക. ബേത്ലഹേമിൻ പുൽത്തൊഴുത്തിൽ ഉണ്ണി യേശു പിറന്നു, ലോകത്തിൻ്റെ രക്ഷകനായി മണ്ണിൽ പിറന്നു. ഞാനിതാ കവർ മാറ്റുകയാണ്. ശ്രദ്ധിച്ചു കൊള്ളുക. ഇനി നമ്മൾ ഈശോ മാത്രം മതിയോ? അവിടെ പോരാ. അവിടേക്ക് യാത്ര ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ ഓർക്കണം. ദേ നോക്ക്, പൂജരാജാക്കന്മാർ കടന്നു വരുന്നുണ്ട്. പിന്നെ ആരാണ്? ആട്ടിടയന്മാർ കടന്നു വരുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അവിടെയുണ്ട്. യോസേപ്പ് പിതാവ് അവിടെ കടന്നു വരുന്നുണ്ട്. കണ്ടോ? മാലാഖയുടെ ശബ്ദം കേട്ടോ? ഈശോ മിശിഹ പിറന്നപ്പോൾ മാലാഖമാരെ ഒരുമിച്ച് പാടിയതെന്താ? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. സമാധാനം എന്ന് പറയുമ്പോൾ ബൈബിളിൽ എന്താ പഠിപ്പിക്കുന്നത് അറിയാമോ? ഈശോ തന്നെയാണ് സമാധാനം. മാലാഖയെ കണ്ടു, ആട്ടിടയന്മാരെ കണ്ടു, പൂജരാജാക്കന്മാർ വന്നു, യോസേപ്പ് പിതാവുണ്ട്. അങ്ങനെ ഒരു വലിയ ഗണം അവിടെ ഉണ്ടായിരുന്നു. രാത്രികാലങ്ങളിൽ ആട്ടിടയന്മാർ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിദ്യാഭ്യാസം ഉണ്ടായിരുന്നോ? ഇല്ല. സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നോ? ഒന്നുമില്ല. പക്ഷെ അവർ വിശ്വസിച്ചു. ആ മാലാഖയുടെ ശബ്ദം കേട്ട് അവർ കാലിത്തൊഴുത്തിലേക്ക് ചെന്നു. കൺകുളിർക്കെ അവരും ചെന്ന് കണ്ട് ഉണ്ണിയെ വണങ്ങി, ഉണ്ണിയെ ആരാധിച്ചു. നോക്കിക്കേ, കണ്ടോ? ഇതുപോലെ എത്രയോ സാന്നിധ്യമാണ്. അപ്പോൾ യേശുപിതാവ്, മാതാവ്, പൂജരാജാക്കന്മാർ, ആട്ടിടയന്മാർ, ഇവരെല്ലാം നമ്മൾ ആ സ്ഥാനത്തേക്ക് കടന്നു വരണം ഇല്ലേ? യേശുപിതാവായി, മാതാവായി, പൂജരാജാക്കന്മാരായി, ആട്ടിടയന്മാരായി നമ്മൾ കടന്നു വരുമ്പോൾ നോക്ക്, ബേത്ലഹേമിലെ ആ തിരുപ്പിറവി അത് സന്തോഷത്തിൻ്റെ അനുഭവമായിട്ട് മാറും ഇല്ലേ? ഇതാണ് ഈശോ മിശിഹ ലോകത്തിലേക്ക് വന്ന് പിറന്നതിൻ്റെ ആ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ലോകമെമ്പാടുമുള്ളവർ അറിയട്ടെ, അനുഭവിക്കട്ടെ. അങ്ങനെ ശാരീരികമായി, മാനസികമായി, ആധ്യാത്മികമായി എല്ലാ തരത്തിലും വേദന അനുഭവിക്കുന്നവർക്കും ആശ്വാസമായി തീരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യ ഉണ്ണിയെ ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന് പിറക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വീട്ടിൽ, ഞങ്ങളുടെ സ്കൂളിൽ, ഞങ്ങളുടെ ഇടവകയിൽ, ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഒക്കെ ജീവനുള്ള ഉണ്ണീശോ വരണം. അതുകൊണ്ട് ഉണ്ണീശോയെ വരണമേ എന്നൊന്ന് പറഞ്ഞ്, എൻ്റെ ഹൃദയത്തിൽ വരണമേ. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ഈശോയെ എൻ്റെ ഹൃദയത്തിൽ വരണമേ. എൻ്റെ ഉണ്ണീശോയ്ക്ക് 1000 ചക്കര ഉമ്മ. കിഴക്കു നിന്നെത്തിയ രാജാക്കന്മാർ പൊന്നിളം പാദങ്ങൾ തൊഴുതു നിന്നു, കുന്തിരിക്കം കാഴ്ച കൊണ്ടുവന്നു, സ്വർണവും മീറയും കൊണ്ടുവന്നു. ഈശോ ബേത്ലഹേമിൽ ജനിച്ചെന്നറിഞ്ഞപ്പോൾ കിഴക്ക് നിന്ന് പൂജരാജാക്കന്മാർ അവർ യാത്രയാവുകയാണ്. എവിടെ പോകണം, ഏത് വഴിക്ക് പോകണം ഒന്നും അറിയില്ല. ടാക്സി വണ്ടിയൊന്നും ഇല്ലാത്ത കാലമായിരുന്നിരിക്കാം. എന്തുമാകട്ടെ,
ആ കിഴക്ക് ഒരു നക്ഷത്രം കണ്ടു. ആ നക്ഷത്രത്തെ കണ്ടുകൊണ്ട് പൂജ രാജാക്കന്മാർ ബേത്ലഹേം എവിടെ കണ്ടെത്തണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ അവർ യാത്രയായി. പ്രിയപ്പെട്ട മക്കളെ, 3 പൂജ രാജാക്കന്മാർ വരിക. വന്നേ, ഒരു രാജാവിനെ വിളിക്കാൻ പോവാ ഞാൻ. ഇതാ ഒരു രാജാവാണേ, ഓർത്ത് കൊള്ളണം. ഇവിടെ നിന്നോ. യെസ്, അടുത്ത ആൾ വന്നേ. 3 രാജാക്കന്മാർ വരാൻ പോവുകയാണ്. 3 രാജാക്കന്മാർ വന്നു. ഇനി നോക്കിയാൽ എൻ്റെ കയ്യിൽ 3 കർച്ചീഫുകൾ നിങ്ങൾക്ക് കാണാം. ഏതൊക്കെയാ കളർ പറഞ്ഞേ? കണ്ടല്ലോ, കളർ പറഞ്ഞ് കണ്ടോ? 3 കർച്ചീഫുകൾ. നോക്കിയിരിക്കണം, ശ്രദ്ധിക്കണം. 3 പൂജരാജാക്കന്മാർ യാത്രയായി വന്നു. എൻ്റെ കയ്യിൽ 3 കർച്ചീഫുകൾ. ഞാൻ ഈ കർച്ചീഫ് ഓരോന്ന് ഇവരുടെ കയ്യിൽ കൊടുക്കാൻ പോവാണ്. നോക്കിയിരുന്നോളാം, ശ്രദ്ധിച്ചോളാം. ഒന്നാമത്തെ രാജാവ് പിടിക്കേ. ഒന്നാമത്തെ കർച്ചീഫ്. രണ്ടാമത്തെ രാജാവ് വരാൻ പോവുകയാണ്. രണ്ടാമത്തെ രാജാവെന്നല്ല, ജ്ഞാനികളെന്നാണ്. രാജാക്കന്മാർക്ക് പോലും പഠനം കൊടുത്തിരുന്നവരാണ്. മോള് പിടിച്ചോ, കണ്ടോ? രണ്ടാമത്തെ രാജാവ്. അപ്പോഴൊന്ന് നോക്കിയേ, ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. മൂന്നാമത്തെ രാജാവ് പിടിച്ചോ, കണ്ടോ? നമ്മൾ കണ്ട 3 കർച്ചീഫുകളാണ്, കണ്ടല്ലോ. 3 കർച്ചീഫുകൾ. 3 രാജാക്കന്മാർ. അവരൊരു സമ്മാനം കൊണ്ടുവന്നിരുന്നു. അവർ വെറുതെ വന്നതല്ല. നോക്കിക്കേ, നമ്മൾ ക്രിസ്മസിന് പുൽക്കൂട്ടിൽ പോകുമ്പോൾ ദിവ്യ ഉണ്ണിക്ക് നമ്മൾ കൊടുക്കുന്നത് പുണ്യപ്രവൃത്തികൾ, നന്മപ്രവൃത്തികളൊക്കെയാണ് നമ്മുടെ സമ്മാനം. പാപമില്ലാത്ത ജീവിതം ഈശോയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സമ്മാനം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കൾ നോക്കൂ, കണ്ടോ? ആ കിഴക്കെന്നെത്തിയ രാജാക്കന്മാർ കുന്തിരിക്കവും സ്വർണവും മീറയും സമർപ്പിച്ചു. ഒന്നുകൂടി ശ്രദ്ധിച്ചിരുന്നേ. ആ കിഴക്കെന്നെത്തിയ രാജാക്കന്മാർ എന്തു കൊടുത്തു? നോക്ക്, സ്വർണം. അന്നത്തെ കാലത്ത് രാജാക്കന്മാർക്ക് മാത്രം കൊടുക്കുന്ന സമ്മാനമായിരുന്നു സ്വർണം. രണ്ടാമത് കുന്തിരിക്കം. അത് പുരോഹിത കാഴ്ചയായിരുന്നു. അത് പുരോഹിതർക്കുള്ളതാണ് കുന്തിരിക്കം. നോക്കണം, നന്നായിട്ട് നോക്കിക്കോ, ശ്രദ്ധിച്ചോളുക. എൻ്റെ കൈയൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചു നോക്ക്. മൂന്നാമത് മീറ. അത് മരണത്തെ സൂചിപ്പിക്കുന്നതാണ്. കണ്ടോ? സ്വർണവും കുന്തിരിക്കവും മീറയുമായിരുന്ന കാഴ്ചകളുമായി പുൽക്കൂട്ടിലെ ബേത്ലഹേമിൽ ചെന്ന് പൂജരാജാക്കന്മാർ ഉണ്ണിയെ കൺകുളിർക്കെ കണ്ട് ആരാധിച്ച് സ്തുതിച്ച് അവർ മറ്റൊരു വഴിയെ ദേശത്തേക്ക് പോയി. ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ മറ്റൊരു മനോഭാവത്തിൽ ജീവിക്കണം. പാപവിമുക്തമായ ജീവിതം നമുക്കുണ്ടാകണം. പുതിയൊരു സൃഷ്ടിയായി മാറാൻ അങ്ങനെ മറ്റൊരു വഴിയെ നമുക്ക് പോകണം. എങ്കിൽ മാത്രമേ ആ സ്വർഗരാജ്യത്ത് നമുക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മറ്റൊരു വഴിയെ പോയിക്കൊള്ളൂ. ഓക്കെ, മറ്റൊരു വഴിയെ പോയിക്കൊള്ളൂ. മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് അവർ പോയിരിക്കുന്നു. ഗുഡ്നസ് ടെലിവിഷൻ ഒരുക്കിയ വിസ്മയ കാഴ്ചകളിൽ ആഘോഷങ്ങൾ കുഞ്ഞുമക്കളോടൊത്ത് പങ്കുവയ്ക്കപ്പെടുകയാണ്. മെറി ക്രിസ്മസ്. അതിൻ്റെ സന്തോഷം എല്ലാവരിലേക്കും പകരപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നോക്കാം. പ്രിയപ്പെട്ടവരെ, നോക്കൂ. അങ്ങനെ ഒരു സന്തോഷത്തിൻ്റെ സുദിനമായി മെറി ക്രിസ്മസ് മാറട്ടെ എന്നുള്ള ആശംസയോടെ നമുക്ക് അല്പം മധുരം പങ്കുവച്ചാലോ? കേക്ക് ഇഷ്ടമാണോ? വീട്ടിലൊക്കെ ക്രിസ്മസിന് കേക്ക് വാങ്ങുമോ? അടുത്തുള്ള വീട്ടുകാർക്ക് കൊടുക്കുവോ? അടുത്തുള്ളവർക്കൊക്കെ അല്പം കേക്കൊക്കെ കൊടുക്കണം കേട്ടോ. പാവപ്പെട്ടവർക്കൊക്കെ കൊടുക്കണം. ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്നാണ് ഈശോ പറഞ്ഞത്. അതുകൊണ്ട് നമുക്കൊരു കേക്ക് വേണ്ടേ? വേണം. ഈ പാത്രത്തിൽ കേക്ക് ഉണ്ടോ? ഇല്ല. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ബലൂൺ എടുത്തുകൊണ്ട് വരിക, എല്ലാവരും വരിക, സന്തോഷത്തോടെ വരിക. പുൽക്കൂട്ടിലേക്ക് ഉണ്ണിയുടെ അടുത്തേക്ക് പോകുന്ന പോലെ വരിക. യെസ്, ഇങ്ങോട്ട് നിൽക്കുക, സന്തോഷത്തോടെ നിൽക്കുക, സന്തോഷത്തോടെ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേ? ബലൂൺ തരിക. ബലൂൺ എന്ത് ചെയ്യണം? ഓ, സന്തോഷമല്ലേ? ശരിയല്ലേ? അങ്ങനെ സന്തോഷത്തോടെ തരിക. ബലൂൺ തരൂ തരുക കേട്ടോ. അങ്ങനെ നമ്മളെ സന്തോഷത്തോടെ എന്ത് ചെയ്യുന്നു? ബലൂൺ ഇതിലേക്ക് ഇട്ടു. അതിൽ എന്തുണ്ട്? ഇതിലിപ്പോ എന്തുണ്ട്? ബലൂണുണ്ട്. അപ്പം നമുക്ക് ക്രിസ്മസ് സന്തോഷിക്കണം അല്ലേ? കേക്ക് മുറിച്ച് മധുരം പങ്കുവെച്ച് നമുക്ക് സന്തോഷിക്കണം അല്ലേ? ഉണ്ണി തരും ആനന്ദമത് സ്വർഗീയ ആനന്ദം, ഉണ്ണി തരും ആനന്ദമതിരില്ലാത്ത ആനന്ദം, ഉണ്ണി തരും ആനന്ദമത് സ്വർഗീയ ആനന്ദം, ഉണ്ണി തരും ആനന്ദമതിരില്ലാത്ത ആനന്ദം. ഉണ്ണീശോയ്ക്ക് കുഞ്ഞുങ്ങളെ ഒത്തിരി ഇഷ്ടമാണ് അല്ലേ? ശരിയാണോ?
ഉണ്ണിത്താറ്റും ആനന്ദമത സ്വർഗീയാനന്ദം, ഉണ്ണിത്താറ്റും ആനന്ദമതില്ലാത്താനന്ദം, ആർക്കു വേണം ആർക്കു വേണം ആർക്കാത്തു വേണ, ഉണ്ണീശോയെ നോക്കിടുമ്പോൾ അവനാരുളീട് ഈ കുഞ്ഞിനെ പോലെ നമുക്ക് എന്ത് ചെയ്യണം? സന്തോഷിക്കണം അല്ലേ? സന്തോഷിക്കാം. നമുക്ക് കേക്ക് മുറിച്ച് സന്തോഷിക്കാൻ പോവുകയാണ്. അപ്പൊ ഇതിലെന്തുണ്ട്? ബലൂണുണ്ട് ഇല്ലേ? അപ്പൊ നമുക്ക് സന്തോഷത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇതാ നോക്കിയിരിക്കണം, ശ്രദ്ധിക്കണം. ഇത് ബലൂണല്ലേ? കണ്ടോ? അപ്പൊ നമുക്ക് ആഗ്രഹിക്കാം മധുരമുള്ള ഒരു കേക്ക്. എന്ത് വേണം? ഒരു മധുരമുള്ള കേക്ക് വേണം. അതുകൊണ്ട് ചെയ്യാം, നമുക്ക് ആഗ്രഹിക്കാം, ഈശോയെ ഞങ്ങൾക്ക് കുഞ്ഞുമക്കൾക്ക് മാധുര്യമൂറുന്ന ഒരു കേക്ക് കഷ്ണം ഞങ്ങൾക്ക് തരണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ മാജിക്ക് ഇങ്ങനെ കാണിച്ച് എല്ലാവരോടെ ഇങ്ങനെ കാണിക്കുക, ഇങ്ങോട്ട് കാണിക്കുക, എല്ലാവരും കാണിക്കുക, അടുത്തേക്ക് വാ, അടുത്തേക്ക് വാ. വിസ്മയ കാഴ്ചകൾ അല്ലേ? വിസ്മയ കാഴ്ചകൾ. അതിനുശേഷം എല്ലാവരോടെ ചേർന്ന് ഈ കവറ് ഉയർത്ത് പൊക്കിക്കേ, പൊക്ക ഉയർത്ത. എടുത്ത് കണ്ടോ? ഒന്ന് കൈയടിച്ചേ. ഇത് കണ്ടില്ലേ? കവർ കണ്ടല്ലോ. ശരി, കൈയടിച്ചു. കേക്ക് ഇഷ്ടപ്പെട്ടോ? ഇനി നമ്മൾ കേക്ക് മുറിക്കണം. അപ്പൊ ഈ കേക്ക് മുറിച്ചാൽ പോരാ, മറ്റുള്ളവരുമായി പങ്കുവെക്കണം. ശരിയാണോ? വാ, പിടിച്ചോ. ഇവിടെ വാ, വരിക. എല്ലാവരോടും കൂടി കേക്ക് മുറിക്കുന്നു. അങ്ങനെ ഹാപ്പി ക്രിസ്മസ്, സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ക്ഷേമൈശ്വര്യങ്ങളുടെ ദിനമായി തീരട്ടെ ക്രിസ്മസ് ആഘോഷം എന്ന് അറിയിച്ചുകൊണ്ട് ലോകരെ ഓർക്കുക, സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ആ സുന്ദരമായ മനോഹരമായ വേളയാണ് ക്രിസ്മസ്. ആ വേള മറക്കാതിരിക്കുക. ഈ സന്തോഷത്തിൽ നമുക്കും പങ്കുചേരാം. ഓക്കെ, യെസ്.